ഹേയ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്നേഹവും ഐശ്വര്യവും സന്തോഷം നിറഞ്ഞൊരു ദിവസം നേരുന്നു. 2 മിനിറ്റ് കൊണ്ട് എങ്ങനെ ഒരു കറി ഉണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു പൊട്ടാറ്റോ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം അതിന് ആവശ്യമായിട്ട് 2 സവോള വേണം, പിന്നെ 2 പച്ചമുളക് വേണം, ഒരു തക്കാളി വേണം, ഇച്ചിരി ഇഞ്ചി പേസ്റ്റ് വേണം, പിന്നെ 3 പൊട്ടാറ്റോയും ഇച്ചിരി പയർ നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് കറി ലീവ്സുമാണ് വേണ്ടത്. നമ്മൾ സ്റ്റൗവിൽ നമ്മളിപ്പം കുക്കറിൽ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇഞ്ചി പേസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മൾ സവോള അരിഞ്ഞ വെച്ച സവോള ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുകയാണ്. ഇതിൻ്റെ അകത്തോട്ടേക്ക് നമ്മളിതൊന്ന് മയപ്പെട്ടെടുക്കാം. ഇതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ഉപ്പ് എടുത്തിടുവാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം വഴറ്റി എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പച്ചമുളക് എടുത്ത് ആഡ് ചെയ്യണം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം കാര്യം ഇതിൻ്റെ അകത്തോട്ടേക്ക് നമ്മൾ ആ തക്കാളി ഇടുവാണ്. ഇത് നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പൊട്ടാറ്റോ ആഡ് ചെയ്യണം കേട്ടോ. പയറും കൂടി ആഡ് ചെയ്യണം. പയർ ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതിൻ്റെ അകത്തേക്ക് 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ അകത്ത് 1 സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്യുക. 2 സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്യുക. ഇതിൻ്റെ അകത്തോട്ടേക്ക് ലേശം മുളക് പൊടി ചേർക്കുകയാണ്. അവരവരുടെ എരിക്കനുസരിച്ച് മാത്രം ചേർത്താൽ മതി ഇതിനകത്തോട്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ ഗരം മസാലപ്പൊടി ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. മസാലകളുടെ പച്ച മണം വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിനകത്ത് നമുക്ക് ആവശ്യാനുസരണം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ആദ്യം ഇച്ചിരി ഉപ്പ് നമ്മൾ വഴറ്റാൻ വേണ്ടി എടുത്തോണ്ട് നമ്മൾ അതിനനുസരിച്ച് ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇത് നമ്മൾ കുറച്ച് നേരത്തേക്ക് അടച്ചു വെച്ചിരിക്കണം കേട്ടോ, കുക്കാവാൻ വേണ്ടി, ചെറിയ ആവി കയറാൻ വേണ്ടി. ഇതിൻ്റെ സ്മെല്ലെല്ലാം മാറി കിട്ടുമ്പോൾ നമുക്ക് ഒരു ചെറിയ കപ്പിൽ 1 കപ്പോളം നമുക്ക് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. നമ്മൾ ചെറിയ ചൂടുവെള്ളം ഉണ്ടാവും, ഒരു ചെറിയ കപ്പിൽ നമ്മളിട്ട് ഒഴിക്കുക. നമ്മളിത് ഫിസിലേക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി 2-3 ഫിസിലിൽ നമ്മൾ പൊട്ടാറ്റോ കറി ഇവിടെ റെഡിയാവും. നമ്മുടെ കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ട് 1/2 കപ്പ് തേങ്ങയുടെ പാലിവിടെ എടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മല്ലിയില ഇട്ടിട്ട് നമുക്കിത് ഇറക്കാം. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ താളിച്ചൊഴിക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് താളിക്കുന്നില്ല തൽക്കാലത്തേക്ക്. നമ്മുടെ അപ്പവും പൊട്ടാറ്റോ സ്റ്റൂ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
നമ്മുടെ പൊട്ടാറ്റോ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, വിചാരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.